ഹലോ ഗൈസ്, ആദ്യ സോജ ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെക്കറേറ്റീവ് ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ തീർച്ചയായും കാണാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടി കാണിക്കരുത്. അപ്പോൾ റോസാപ്പൂക്കൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നല്ലേ. റോസാപ്പൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയും പോസിറ്റീവ് എനർജിയും ഒക്കെ തരുന്ന ഒന്നാണ് റോസാപ്പൂക്കൾ. അപ്പോൾ വൈറ്റ് റോസും അതുപോലെ തന്നെ റെഡ് റോസും പല ടൈപ്പ് കളറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ റോസാപ്പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അത് കൊലയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കാണാൻ എത്ര ഭംഗിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇരട്ടി ഭംഗി നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ചെടീനെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്നിവിടെ പറയുന്നത്. ഇത് ക്ലൈംബിംഗ് ഐസ്ബർഗ് റോസ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ. റോസാ മൊഷാട്ട എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ചെടിക്ക് ധാരാളം റോസാപ്പൂക്കളൊക്കെ കൊലയായിട്ടാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. ഇത് ശക്തമായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. വള്ളി റോസ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇതിന് വേറെയും കുറേ പേരുകളുണ്ട്. ബട്ടൺ റോസ്, ക്രീപ്പിംഗ് റോസ് എന്നും ഒക്കെ വിളിപ്പേരുണ്ട്. പടർത്തി വിട്ടിട്ട് അങ്ങനെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ചാണകം മാത്രം ഇതിന് ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യത്തിന് വെള്ളവും നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് കൊലയായിട്ട് റോസാപ്പൂക്കൾ ഉണ്ടാവും. മതിലൊക്കെ നമുക്ക് പടർത്തി വളർത്താൻ പറ്റിയ ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ഒരു ചെടി ക്രോപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും.